റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി ഹദീസിൽ വരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല കലിമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ഒരിക്കൽ ചോദിച്ചു, നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും അമൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, പടച്ചവനെ, നിനക്ക് വേണ്ടി ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പ് വച്ചിട്ടുണ്ട്, സദഖ കൊടുത്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ ദിക്ർ ചെയ്തിട്ടുണ്ട്. ഈ 4 കാര്യങ്ങൾ പറഞ്ഞു മൂസാ നബി അലൈഹി സ്വലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു, നമസ്കാരം ആഖിറത്തിൽ നിനക്ക് തെളിവാണ്, നിനക്ക് അനുകൂലമായ സാക്ഷിയാകാൻ വേണ്ടിയാണ് ചെയ്തത്, അപ്പോൾ നിനക്കുള്ളതാണ്. നോമ്പ് പിശാചിൻ്റെ തിന്മകൾ നിന്നിലേക്ക് വരാതിരിക്കുന്നതിനുള്ള പരിചയമാണ്, അത് നിനക്കുള്ളതാണ്. സദഖ ആഖിറത്തിൽ നിനക്ക് അർശിൻ്റെ തണൽ കിട്ടാനുള്ളതാണ്, അത് നിനക്കുള്ളതാണ്. പിന്നെ ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണ, എന്നെക്കുറിച്ച് നീ ഓർത്തത് നിനക്ക് ആഖിറത്തിൻ്റെ ഇരുളിൽ വെളിച്ചം കിട്ടാനുള്ളതാണ്. നീ എനിക്ക് വേണ്ടി എന്താണ് വേറെ ചെയ്തത് എന്ന് മൂസാ നബിയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. അപ്പോൾ മൂസാ നബി അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, നീ എനിക്കൊരു അമൽ അറിയിച്ചതാ, അത് നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അങ്ങനത്തെ അമൽ എനിക്കറിയില്ല, നീ എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി മാത്രം കോപിക്കുകയും ചെയ്യുക, അതാണ് എനിക്ക് വേണ്ടിയുള്ള അമൽ. ഇബാദത്തുകൾ, ശാരീരിക ഇബാദത്തുകളല്ല, മറിച്ച് ഹൃദയത്തിൻ്റെ ആരാധനയായ സ്നേഹവും കോപവും, അതാണ് എനിക്ക് വേണ്ടിയുള്ളത്. നീ ആരെയെങ്കിലും സ്നേഹിക്കുകയാണെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമായിരിക്കണം, വേറെ ഒന്നും അതിൽ കലർപ്പ് പാടില്ല. നീ ആരോടെങ്കിലും കോപിക്കുകയാണെങ്കിൽ അത് എനിക്ക് വേണ്ടി മാത്രമായിരിക്കണം, അതിൽ വേറൊരു കലർപ്പും പാടില്ല. അതാണ് എനിക്ക് വേണ്ടി നീ ചെയ്യുന്ന അമൽ, ബാക്കിയെല്ലാം നിനക്ക് വേണ്ടി നീ ചെയ്യുന്ന അമലാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കലിമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതിനുശേഷം സഹാബത്തിനോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന് നോട്ട സ്ഥലം അവയവങ്ങളല്ല, ഖൽബ് മാത്രമാണ്. അള്ളാഹു നോക്കുന്നത് അവയവങ്ങളിലേക്ക്, ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്കൊന്നും അള്ളാഹു ശ്രദ്ധിക്കുന്നില്ല. മനുഷ്യൻ എന്ത് കർമ്മം ചെയ്യുന്നു എന്ന് പടച്ചവൻ നോക്കുന്നില്ല, മനുഷ്യൻ്റെ ഹൃദയത്തിൽ എന്താണ് ഉദ്ദേശം എന്നാണ് പടച്ചവൻ നോക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി ഒരാൾ അമൽ ചെയ്താൽ അത് ചെറുതാണെങ്കിലും അത് വലുതാണ്. വേറെ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും കലർപ്പോടുകൂടി ആരെങ്കിലും വലിയ അമൽ ചെയ്താലും ഫഹുവ ഖലീലുൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് തീരെ ചെറുതാണ്, അതിന് വിലയില്ല. കാരണം ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല, ഫിക്റില്ല, അവനക്ക് വേണ്ടി എന്നുള്ള നീയത്തില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറഞ്ഞു കൊടുത്തത് ശരിയായ നിലയിലുള്ള അമൽ എന്താണ്? എനിക്ക് വേണ്ടി സ്നേഹിക്കുക, എനിക്ക് വേണ്ടി കോപിക്കുക എന്നുള്ളത്. ഒരിക്കൽ നമ്മൾ കേട്ടിട്ടുള്ള സംഭവമാണ്. അലി റളിയല്ലാഹു തആല അൻഹു ഖൈബർ യുദ്ധം നടക്കുകയാണ്. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ഒരു ശത്രുവിനെ കണ്ടു. ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ശത്രുവാണ്, അവനെ വധിക്കണമെന്ന് അലി റളിയല്ലാഹു അൻഹു ആഗ്രഹമുണ്ടായി. അലി റളിയല്ലാഹു അൻഹു വലിയ മൽപിടുത്തക്കാരനാണ്. അദ്ദേഹത്തെ കിട്ടിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു തൻ്റെ കയ്യിലുള്ള വാള് താഴെ വെച്ചിട്ട് അവനുമായി മൽപിടുത്തം നടത്തി. അവൻ്റെ വാള് തട്ടിയെടുത്തു, അവനെ മലർത്തി കിടത്തി മുകളിൽ കയറിയിരുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ശത്രുവായ ആ വ്യക്തി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് തുപ്പി. അലി റളിയല്ലാഹു അൻഹു വാള് താഴെയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയി. അദ്ദേഹത്തെ ഒന്നും ചെയ്തില്ല. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹാബകൾ ചോദിച്ചു, ഇത്രയും വലിയ ശത്രുവിനെ തങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നു അല്ലാഹ്, തങ്ങളുടെ കയ്യിൽ വാളുണ്ടായിരുന്നു, എല്ലാ നിലയിലും 1 മിനിറ്റ് മതിയായിരുന്നു കൊന്നുകളയാൻ, തങ്ങൾ എന്തുകൊണ്ടാണ് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ അവനെ മൽപിടുത്തം നടത്തി മറിച്ചിട്ടത് എനിക്ക് വേണ്ടിയല്ല, അവനോട് കോപിച്ചതും എനിക്ക് വേണ്ടിയല്ല, മറിച്ച് അള്ളാഹുവിന് വേണ്ടിയാണ് ഞാനോട് കോപം വെച്ചത്. പടച്ചവന് വേണ്ടി മാത്രമാണ്, അള്ളാഹുവിൻ്റെ ദീനു വേണ്ടിയാണ് ഞാൻ അവനെ മറിച്ചിട്ട് മുകൾ കയറിയിരുന്നത്. പക്ഷെ അവൻ എൻ്റെ മുഖത്ത് തുപ്പിയപ്പോൾ എനിക്ക് അവനോട് ദേഷ്യമായി. ഇനി ഞാൻ കൊന്നാൽ അത് പടച്ചവൻ എന്നുള്ളത് പോയി, എൻ്റെ ശത്രുതയും എൻ്റെ വിരോധവും തീർക്കാൻ വേണ്ടിയാകും, ഞാനതുകൊണ്ട് അവനെ കൊല്ലാതെ വിട്ടുവെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എത്ര നിഷ്കളങ്കമാണ് സഹാബാക്കളുടെ പണി, ആലോചിച്ച് നോക്കി. എത്ര കളങ്കമില്ലാത്തതാണ് സഹാബാക്കളുടെ വധം പോലും. നമ്മളാണെങ്കിൽ 1 വരെ 2 വെട്ട് വെട്ടും. കാരണം എന്താ? അവൻ നമ്മുടെ മുഖത്ത് തുപ്പിയതിൻ്റെ ദേഷ്യം. അത് തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കൊന്നത് എനിക്ക് വേണ്ടിയാകും, അന്നേരം കൊന്നത് എനിക്ക് വേണ്ടിയാകും, ഞാനത് ചെയ്യില്ല.
അവനെ സ്വതന്ത്രമാക്കി അഴിച്ചുവിടുക ചെയ്തത്. പിന്നീടും അലി റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ ഇസ്ലാമിൻ്റെ ഭാഗത്തിനെതിരിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി അവൻ വന്നിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം, ഹദീസ് സാഹിബിലൊക്കെ കാണാം. വീണ്ടും അവൻ വന്നിരുന്നു. അദ്ദേഹത്തെ വധിച്ചത് ഞാൻ ശരിയാണെങ്കിൽ അദ്ദേഹത്തെ വധിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. എന്തായാലും അലി റളിയല്ലാഹു അൻഹു അത്ര കളങ്കമില്ലാത്ത ഇതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അമൽ, ഇതാണ് പടച്ചവന് ഇഷ്ടപ്പെട്ട അവൻ അമലല്ല അള്ളാഹു നോക്കിയത്, അലിയുടെ പരിശുദ്ധമായ ഖൽബ് അള്ളാഹു തആല നോക്കി. ഇതാണ് പഠിച്ചത്. നമ്മൾ എന്ത് ചെയ്താലും ശരി അത്രയും അള്ളാഹുവിന് വേണ്ടി എന്നുള്ളതാണെങ്കിൽ ചുമ്മാ ഒന്ന് വട്ടം കൂടി ഇരുന്നാലും മതി. അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. നമുക്ക് ഒരാളോട് പിണക്കമാണ്, നമുക്ക് പൈസ തരാത്തത് കൊണ്ടല്ല, അവൻ ഇസ്ലാമിൻ്റെ ശത്രുവായതുകൊണ്ട് നമുക്ക് അവനോട് പിണക്കമാണ്. അവൻ മുസ്ലിമുകളെ ആക്ഷേപിക്കുന്നത് നമുക്ക് അവനോട് പിണക്കമാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ അവൻ വികലപ്പെടുത്തുന്നു, അവൻ ജനിച്ചത് അബ്ദുള്ളാന്റെ പേരിലായാലും നമുക്ക് അവനോട് പിണക്കം ഉണ്ടെങ്കിൽ അത് കൂലിയിട്ട് അമലാണ്. എന്താ കാരണം? അവൻ ഇസ്ലാമിനോട് പിണങ്ങി, അള്ളാഹുവിനോട് പിണങ്ങി, നമുക്ക് അവനോട് പിണക്കമാണ്. അള്ളാഹുവിൻ്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും എൻ്റെ മിത്രത്തോട് സ്നേഹം കാണിക്കുകയും എൻ്റെ ശത്രുവിനോട് പിണക്കം കാണിക്കുകയും ചെയ്താൽ അവനാണ് മുഅ്മിൻ. അള്ളാഹു റസൂൽ പറഞ്ഞത് എന്താണ്? അള്ളാഹു പറയുന്നത്, ആരെങ്കിലും എൻ്റെ മൻ ആദാലി വലിയൻ, ആരെങ്കിലും എൻ്റെ മിത്രത്തോട് സ്നേഹം കാണിച്ചു, എൻ്റെ ശത്രുവിനോട് പിണക്കം കാണിച്ചു. നേരെ മറിച്ച് ആരെങ്കിലും എൻ്റെ മിത്രത്തോട് പിണങ്ങിയാൽ ഞാൻ അവനോട് യുദ്ധം ചെയ്യുമെന്ന് അള്ളാഹു പറഞ്ഞു, അവനെ എൻ്റെ ശത്രു. അവിടെ ഒന്നും എന്തില്ല, അമലില്ല, ഹൃദയത്തിൻ്റെ അവസ്ഥ അള്ളാഹു നോക്കുന്നത്, പിണക്കവും സ്നേഹവും ഒക്കെ. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചു, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി പിണങ്ങി, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി കൊടുത്തു, ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി തടഞ്ഞു, ഫഹുവ മുഅ്മിൻ, അവനാ മുഅ്മിൻ. സയ്യിദുനാ റസൂലുള്ളാഹ് മൻ അഹബ്ബ ലില്ലാഹ് വ അബ്ഗള ലില്ലാഹ് വ അഅത ലില്ലാഹ് വ മനഅ ലില്ലാഹ് ഫദാലിക്കൽ മുഅ്മിൻ. ഇത് റസൂലുള്ളാഹി എന്നാൽ ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് കൃത്യമായി പറഞ്ഞു കൊടുത്തു. അതാണ് എനിക്കുള്ള അമൽ, ബാക്കിയെല്ലാം നിനക്കുള്ളതാണ്. നിസ്കരിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? നിനക്ക് വേണ്ടിയാണ്. സദഖ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണ്. ദിക്ർ ചെയ്യുന്നത് നിനക്ക് വേണ്ടിയാണ്. എല്ലാം നോമ്പ് നിനക്ക് വേണ്ടി. എനിക്ക് വേണ്ടിയുള്ളത് ഏതാണ്? ഈ പറഞ്ഞതാണ്. കളങ്കമില്ലാതെ സ്നേഹിക്കൽ, കളങ്കമില്ലാതെ പിണങ്ങൽ. എന്തിനു വേണ്ടി? പടച്ചവന് വേണ്ടി മാത്രം സ്നേഹിക്കൽ, അള്ളാഹുക്ക് വേണ്ടി മാത്രം പിണങ്ങൽ. അള്ളാഹുവിനോട് ഏറ്റവും ഉയർന്ന അമൽ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത